ഹലോ ഡേ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോളോ യുവർ പാഷൻ, ഈ ഒരു സെൻറ്റൻസ് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജീവിതത്തിൻ്റെ ഒരു പ്രധാന വഴിത്തിരിവിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെടുത്തെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു മെൻറ്റർ ഈക്വലായിട്ട് കരുതുന്ന ആളുകളുടെ അടുത്തൊക്കെ നമ്മളൊരു അഡ്വൈസ് ചോദിക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറയുന്നൊരു കാര്യമായിരിക്കും, നീ നിൻ്റെ പാഷൻ ഫോളോ ചെയ്യുക, ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നിൽക്കരുത്, പാഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും ഉണ്ടാകും എന്നൊക്കെ കേട്ടോ. എന്നോട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 പേര് പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. ഓർത്ത് വെക്കാൻ കറക്റ്റായിട്ട് ഓർമ്മയുള്ള ഒരു 10 പേരൊക്കെ പറഞ്ഞു കാണും, ഫോളോ യുവർ പാഷൻ, നിനക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കരുത്, ഇഷ്ടമില്ലാത്തൊരു ജോബ് ചെയ്യരുത് എന്നൊക്കെ. ഇതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ വിചാരിച്ച ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റി പറയാനാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇതുവരെ ഫോളോ യുവർ പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും ഒപ്പീനിയനും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഫോളോ യുവർ പാഷൻ എന്ന് പറയുന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ചതി എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്റ്റ് ആവും. അതായത് എൻ്റെ കാര്യത്തിൽ നിന്ന് പറയാം കേട്ടോ. എനിക്ക് അഡ്വക്കേറ്റ് ആവാനായിരുന്നു ആഗ്രഹം. അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവാനൊക്കെ ആയിരുന്നു ആഗ്രഹം. എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ജോബ് അല്ലെങ്കിൽ ഹിസ്റ്ററിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ റെഫർ ചെയ്ത് അങ്ങനെയുള്ളൊരു ജോബില്ലേ, അങ്ങനത്തെ ഒരു ജോബിലേക്ക് പോകാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളുടെ ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെയോ നമ്മൾ എൻജിനീയറിങ്ങിലെത്തി. ഇപ്പം ഞാൻ എൻജിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇഷ്ടമില്ലാത്ത ജോലിയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല, എനിക്കിഷ്ടമുള്ള കരിയറാണ്, എനിക്കിഷ്ടപ്പെട്ട ജോലിയാണ്, ഇഷ്ടപ്പെട്ട വർക്ക് സ്പേസ് ആണ്. പക്ഷേ എൻ്റെ പാഷൻ ഒരിക്കലും എൻജിനീയർ ആവുക എന്നുള്ളതല്ലായിരുന്നു കേട്ടോ. എനിക്ക് അഡ്വക്കേറ്റ് ആവാനും എനിക്ക് ജേർണലിസ്റ്റ് ആവാനും അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജോബ് ചെയ്യാനൊക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പം ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ സമയത്ത് ജോബ് കിട്ടാനൊരു 7 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു മെൻറ്റർ തുല്യമായിട്ടുള്ള 2-3 ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഹെൽപ്പ് സീക്ക് ചെയ്തതല്ല, പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വഴി കൂടെ പോകുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ അടുത്ത് ചോദിക്കും, ജോലി ആയില്ലേ എന്നൊക്കെ. അത് ഈ ഒരു സംഭവം ഫേസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ജോബ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫോളോ യുവർ പാഷൻ, നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ പാഷൻ ഫോളോ ചെയ്തുകൂടാ, അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നീ നിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, നിനക്ക് വേണമെങ്കിൽ ഇനിയും പഠിക്കാമല്ലോ, അല്ലെങ്കിൽ ഇനി ജേർണലിസ്റ്റിൻ്റെ കോഴ്സസ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യാമല്ലോ എന്നൊക്കെ. അന്ന് ഞാനത് കേട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയായി പോയേനെ എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം അത് കേട്ടിട്ട് പോകുന്ന ആളുകൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചവരുടെ ആ ലോൺ ആരാണ് അടയ്ക്കുക? നമ്മുടെ പാരൻസോ? ലോൺ എടുത്തിട്ടാണെങ്കിലും നമ്മളെ പഠിപ്പിച്ചല്ലോ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന പാരൻസിന് വീണ്ടും നമ്മളൊരു ബേർഡൻ കൊടുക്കണോ? അതല്ല, നമ്മൾ ഫോളോ യുവർ പാഷൻ. ഇപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ മൂവി ഫീൽഡിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ വെൽ പേ ആണ്. നമ്മൾ പാഷൻ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, 2 വർഷമെങ്കിലും നമ്മുടെ ലോൺ പേ ചെയ്യാനും EMI പേ ചെയ്യാനും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്ത്, ഈ വക കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് ബാലൻസിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എൻജിനീയറായിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മാസം കിട്ടുന്ന നല്ലൊരു സാലറി അത് ഉപേക്ഷിച്ചിട്ട് ഒരു തരത്തിലുള്ള സേവിങ്സും ഇല്ലായിരിക്കെ അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മൂവിയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു മോഡലാവുക, അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ എത്തുന്ന ഒരു പ്രൊഫഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു പാഷനാണ് ആളുടെ മനസ്സിലുള്ളതെങ്കിൽ, പോയി കഴിഞ്ഞാൽ പിറ്റത്തെ മാസം മുതലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മളെപ്പോഴും ഈ ഫോളോ യുവർ പാഷൻ എന്ന് പറയുന്ന ആളുകളോട് എപ്പോഴും ഫോളോ യുവർ പാഷൻ എന്ന് നമ്മളൊരാളോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്, 2 വർഷത്തേക്ക് ജീവിക്കാനുള്ള A to Z എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഫോളോ യുവർ പാഷൻ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിരാശയും ആങ്സൈറ്റിയും ഒരുപാട് സങ്കടങ്ങളും മാത്രമായിരിക്കും നമ്മുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള 2-3 പേരോട് ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പാഷൻ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്, ജോബ് ക്വിറ്റ് ചെയ്തിട്ട് അവരവരുടെ ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ വീണ്ടും പാരൻസിനൊരു ബേർഡൻ ഉണ്ടാക്കുന്ന രീതിയിൽ, പാരൻസിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് വാങ്ങാനുള്ള രീതിയിലേക്കൊന്നും
ഈ കാര്യങ്ങളെ എത്തിക്കരുത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പാഷൻ എന്ന് പറയുന്നത് മോഡലിംഗ് ആണ് എന്ന് വിചാരിക്കാം. ഞാൻ ഓൾറെഡി മുന്നൊരു വീഡിയോയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആളൊരിക്കലും ജോബ് കിറ്റ് ചെയ്തിട്ടല്ല മോഡലാവാൻ പോയത്. ആളുടെ ജോബിൻ്റെ കൂടെ തന്നെയാണ് ആൾക്ക് മോഡലാവാൻ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള ആ ഒരു പാഷനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതൽ ആളുകളും ഇപ്പോൾ ചെയ്യുന്നത് ജോബ് കിറ്റ് ചെയ്തിട്ടാണ് പാഷനിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ്. നിങ്ങളൊരു 3 വർഷം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 വർഷം വർക്ക് ചെയ്യുക, ഒരു 4 വർഷം വർക്ക് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് പതുക്കെ സ്വരൂപിച്ച് വെച്ച് കൂട്ടി വെച്ചിട്ട് അത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള കാര്യത്തിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ മാത്രം ജോബൊക്കെ കിറ്റ് ചെയ്ത് നമ്മൾ പാഷനിലേക്ക് ഇറങ്ങിത്തിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് ഒരിക്കലും ഒരു നല്ല ഫ്യൂച്ചർ ആയിരിക്കില്ല. നമുക്ക് ആരെങ്കിലും കടം ചോദിച്ചാൽ തരുമോ? കാരണം നമ്മൾ എങ്ങനെയാണ് റീപേ ചെയ്യുന്നത്? ഒരു പക്ഷേ നമ്മുടെ പാഷൻ നമ്മൾ ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തിയെന്ന് വരാം. ഒരു പക്ഷേ എന്നല്ല, നമ്മൾ എന്തൊരു കാര്യത്തിന് അത്രയും 100% കൊടുത്ത് ട്രൈ ചെയ്താൽ നമ്മൾ എത്തുന്നത് തന്നെയാണ്. പക്ഷേ എന്ന് എത്തും, എപ്പോൾ എത്തും, അല്ലെങ്കിൽ ആ എത്തുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്, നമുക്ക് സാലറി കിട്ടുന്നത് എത്രയായിരിക്കും എന്നുള്ള കാര്യത്തിനൊന്നും ഒരു ഉറപ്പില്ല എന്നുള്ളതാണ്. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെയും പല മേഖലയിൽ നിന്നുള്ള ആളുകളുടെയും ഇൻ്റർവ്യൂസൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അവർ പറയുന്ന കാര്യമാണ്, അവർ ജോബ് കിറ്റ് ചെയ്തിട്ട് അവർ പാഷനിലേക്ക് ഇറങ്ങി തിരിച്ചു വന്ന്. ഒന്നെങ്കിൽ അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവരുടെ പാരൻസിനുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ക്വിറ്റ് ചെയ്തിട്ട്, ജോബ് ക്വിറ്റ് ചെയ്തിട്ട് അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ പോയ ഏതൊരാളുകളുടെ സ്റ്റോറി എടുത്ത് നോക്കിയാലും നമുക്ക് അങ്ങനെയാണ് അറിയാൻ പറ്റുക. എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂത്തിൻ്റെ ലോകം പുസ്തകമൊക്കെ എഴുതിയ ലജോ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ ബൊഗെയിൻവില്ല സിനിമയുടെ സ്റ്റോറി റൈറ്റർ എന്ന് പറയുന്നത്. ആളൊരു പോസ്റ്റിൽ മെൻഷൻ ചെയ്ത് ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, നല്ലൊരു ജോബ് കിറ്റ് ചെയ്തിട്ടാണ് ആൾ റൈറ്റർ ആവാൻ വേണ്ടി പോകുന്നത്. കാരണം അത് അയാളുടെ പാഷനായിരുന്നു. നമ്മളൊരു കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ MNCയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഭാവന റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇമാജിൻ ചെയ്ത് കല റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലജു ജോസ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റർ ആളുടെ ജോബ് കിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റൈറ്റർ എന്നുള്ള ആ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി വന്നത്. ആ പോസ്റ്റിൽ ആൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് ആൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്നെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യലി വെൽ സൗണ്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 2-3 വർഷം നമ്മളെ തന്നെ നോക്കാനുള്ള, എല്ലാ അർത്ഥത്തിലും നമുക്ക് വേറൊരാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാതെ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ബാക്കപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ യുവർ പാഷൻ എന്നുള്ള കാര്യം നല്ല സീരിയസ് ആയിട്ട് തന്നെ എടുത്തോട്ടോ. അതർവൈസ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫിനാൻസ് എന്ന് പറയുന്ന കാര്യം ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റിനെ വെൽക്കം ചെയ്യുന്നു. പിന്നെ എന്താണ്, നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത തവണ കാണാം. ബൈ.